സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ഞാനിന്നൊരു നൈറ്റ് ഡ്രൈവിനായിട്ട് പോവുകയാണ് ഗൈസ്. നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചുമ്മാ നൈറ്റ് ഡ്രൈവ് അല്ല, ഞാനിന്ന് നമ്മുടെ സിറ്റിയിലോട്ട് പോവുകയാണ് കേട്ടോ. എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മൗണ്ടനിൽ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്കായി. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം, കാരണം എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ഇവിടുത്തെ ഗേറ്റ് തുറക്കട്ടെ എന്ന് ഞാൻ നേരെ വണ്ടി എടുത്ത് ഇവിടുന്ന് അങ്ങ് പോവാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വണ്ടി അങ്ങ് ഇച്ചിരി പാടാണ് കേട്ടോ, കാരണം ഈ ഡോറല്ല, ഈ ഒരു ഗേറ്റ് ചെറുതാക്കി വെച്ചേക്കുന്നതുകൊണ്ടേ ശകലം ടാസ്ക്കാണ് ഇതിലേ കൂടെ കയറ്റിക്കൊണ്ട് പോകാൻ. ഓക്കെ, അവിടെ തട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തട്ടുന്നുണ്ട് കേട്ടോ, നല്ലപോലെ തട്ടുന്നില്ലെങ്കിൽ ചെറുതായിട്ട് തട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയേക്കാം, എന്നിട്ട് പോയി ഗേറ്റ് അടച്ചിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മൾ ഗേറ്റ് അടച്ചിട്ട് വരട്ടെ. ഓക്കെ, നമ്മൾ ഗേറ്റ് അടയ്ക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മളതാ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല, ഇനിയിപ്പോൾ സിറ്റിയിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നൊരു കാര്യമാണല്ലോ ഈ സിറ്റിയിലോട്ടൊക്കെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മളത് നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. ഓക്കെ 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 കുഴപ്പമില്ല, നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കി വളരെ പാട്ടൊക്കെ കേട്ട് പോവുകയാണ്. പക്ഷെ പാട്ടിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും എനിക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. പിന്നെ അവിടെ മാപ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, എനിക്കറിയാൻ വയ്യ. അല്ല, മാപ്പ് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കറിയാമല്ലോ പോകുന്ന വഴി എനിക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പം അണ്ടർലൈൻ ചെയ്യേണ്ട വരും, കാരണം ഇവിടെ എല്ലാ റോഡും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ടാസ്ക്കാണ്. നമ്മൾ ബസ്സും കൊണ്ട് പോകുന്നതുകൊണ്ട് നല്ല പാടായിരിക്കും കേട്ടോ ഗൈസ്, കാരണം നല്ല പാടായിരിക്കും. കാരണം വണ്ടിയൊക്കെ ഒടിഞ്ഞൊക്കെ കിട്ടാനേ ശരിക്കും നല്ല പാടായിരിക്കും. കാരണം വലിയ തോനെ കണ്ടാണ് ഇവിടെയൊക്കെ തട്ടുന്നുണ്ടല്ലേ ഗൈസ്, വലിയ ഹെവി വണ്ടിയൊക്കെ ആയുള്ള കുഴപ്പം ഇതാണ്. അപ്പോൾ ഞാൻ മാപ്പ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നേരെ ഇവിടുന്ന് അങ്ങ് പോവാണ്. ഇവിടുന്ന് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെയും കൂടെ ഒരു വീട് മേടിക്കണം ഗൈസ്, കാരണം അവിടെ ആ ഒരു കാട്ടിന് നടുക്കാണ് ഞാൻ വീട് മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി വീടൊക്കെ തന്നെയാണ്. നമുക്ക് വൈബായിട്ട് 3-4 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാം. 3-4 മാസം, ഒരു 1 ആഴ്ച. നമ്മൾ ഇവിടെ ബിസിനസ് പരിപാടിക്കൊക്കെ ആയിട്ടാണ് കേസ് ഇവിടെ വരുന്നത്. ഞാൻ മൗണ്ടനി മെയിനായിട്ട് വരുന്നത് തന്നെ ബിസിനസ് പരിപാടിക്കാണ്. എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം അവിടെ ടോളിൻ്റെ അവിടെ എത്തി കേട്ടോ, കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതെന്തു വണ്ടിക്ക് എന്ത് പറ്റി പെട്ടെന്നൊരു പണി? സ്റ്റാർട്ടാവും വണ്ടി, ഇതെന്താ അവിടെ എന്താ ഒരു മിനിക്കം? ഇതെന്തു പറ്റി? ഒന്ന് സ്റ്റാർട്ടാവും, എൻ്റെ പൊന്നോ സ്റ്റാർട്ടാവും. ഓക്കെ, ഭാഗ്യം. ഗൈസ് തീ പിടുത്തോ? അതെന്താ ഗൈസ്, മൗണ്ടനി തീ പിടുത്തോ ഗൈസ്? അതെന്താ അങ്ങനെ? ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഗൈസ്. അവിടെ ആരാ നിൽക്കുന്നേ? വെള്ള ഉടുപ്പൊക്കെ ഇത് ആരുടെ ദൈവമേ? വെള്ള ഉടുപ്പൊക്കെ നിൽക്കട്ട്, അതാരത്? നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാം. ഇതാരുടെ പൊന്നത്? എന്തോ തീ പിടുത്തോ? ആരാ നീ? നിന്റെ കാലണ്ണ ഗൈസ്, പണിയാണല്ലോ ഇത്. വല്ല വേറെന്തരോ പരിപാടിക്കൊന്നും എനിക്ക് പണി കിട്ടില്ല ദൈവമേ. അമ്മേ, ആരാ അമ്മച്ചേ? ആരാണത്? വണ്ടിയായിരുന്നു, പുള്ളി പേടിച്ചും പോയല്ലേ ഗൈസ്. ആകെ സീനാണല്ലേ. നീ പോ, എനിക്ക് പേടിയാവുന്നുണ്ട്. പ്ലീസ് ഒന്ന് പോ, ഞാൻ ഒരു പാവാ, ഒന്ന് പോ. ഞാൻ പൊക്കോളാം. ഈ തീ കെടുത്ത് ഒന്ന്, പ്ലീസ് തീ ഒന്ന് കെടുത്ത്. നന്ദിയുണ്ട് ചേച്ചി, ഇനി നീയും കൂടെ ഒന്ന് പോ, പ്ലീസ് ഒന്ന് പോ പ്ലീസ്. പോയി അവിടെ പോയി, എൻ്റെ വണ്ടി അവിടെ പോയി. എൻ്റെ വണ്ടി അവിടെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇതെന്തു അടി ഇതൊക്കെ? ശരി, എൻ്റെ ഗ്രഹപ്പഴയ്ക്കാണല്ലോ ദൈവമേ, ഞാൻ സിറ്റിയിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ സിറ്റിയിൽ എത്തിയിട്ട് വരാം ഗൈസ്. എൻ്റെ പൊന്നോ, ഭയങ്കര ഷോക്കായിരിക്കും കേട്ടോ ഞാൻ. എനിക്ക് നല്ലപോലെ വല്ല പനിയും പിടിക്കും, എന്തായാലും നല്ലപോലെ ഷോക്കായിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്തുവാടെ ഇതൊക്കെ? മനുഷ്യനെ കൊല്ല ചെയ്യാനായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ ആരെയായിരിക്കും കണ്ടത്? അതാരെയായിരിക്കും? ഇവിടെ ഒരു മനുഷ്യരും ഇല്ലല്ലോ, പുല്ല് പേടിയാവുന്നല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടോ. ഇവിടുത്തെ വല്ല ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം. ഇത് വീടാണോ ഹോട്ടലാണോ എന്നറിയണ്ട, എന്നാലും ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തിയിട്ട് വണ്ടി ഇവിടെ നിർത്താം കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യാം ഗൈസ് ഇന്നൊരു ദിവസത്തേക്ക്, അല്ല വേറൊരു വഴിയില്ല എൻ്റെ കയ്യിൽ.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചൊരു വീഡിയോ ആയിട്ട് വരാം. സോ ബൈ ഗൈസ്.